വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോൾ നമുക്കറിയാം CPO WCPO എല്ലാവരും കാത്തിരുന്ന ഒരു എക്സാം നോട്ടിഫിക്കേഷൻ ആണ്. നമ്മളെല്ലാവരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നിങ്ങൾ അതിൽ പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞ് പഠിക്കുക രണ്ടാമത്തെ കാര്യം. അപ്പോൾ മെയിൻ ആയിട്ട് ആദ്യം എന്താണ് പറഞ്ഞത്? സിലബസ് അനുസരിച്ച് പഠിക്കുക. രണ്ടാമത്തെ എന്താണ്? മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഹിസ്റ്ററി ആയിരിക്കും. കാരണം എന്താണ്? ഒത്തിരി പഠിക്കാനുണ്ട് അല്ലേ? അതായത് കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത്. അപ്പോൾ അതിൽ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒത്തിരി പഠിക്കാനുണ്ട്. കേരളത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം തൊട്ട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അതായത് അവർ തുടങ്ങി വെച്ച ഫാക്ടറികൾ, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കരാറുകൾ, ഇതെല്ലാം നമ്മൾ അവിടെ പഠിക്കണം. ഇനി അതുകൂടാതെ കേരള റിനൈസൻസ്, അതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ PSCക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ ടോപ്പിക്സുകളാണ്. അതിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വർഷം ഓർത്ത് പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഹിസ്റ്ററി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹിസ്റ്ററി പഠിച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ മറന്നു പോകും, ഒത്തിരി പഠിക്കാനുണ്ട്, ഇയർ മറന്നു പോകും, സംഭവങ്ങൾ മറന്നു പോകും, എല്ലാം മാറി മറിയും എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒക്കെ. അപ്പോൾ ഇത് എങ്ങനെ മറികടക്കാം? അതിന് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബേസ് കിട്ടാനായിട്ട് നിങ്ങൾ എന്താണ് 5ാം ക്ലാസ്സിലെ തൊട്ടുള്ള ആ ഒരു ടെക്സ്റ്റുകൾ നോക്കി പോകുന്നത് നല്ലതായിരിക്കും. പക്ഷെ എന്നാലും എന്താണ് 7ാം ക്ലാസ് തൊട്ടുള്ളത് ഇങ്ങോട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ 7 തൊട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് പഠിക്കണം. അതായത് നമുക്കറിയാം SCERT ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5, അതുപോലെ തന്നെ 5ാം ക്ലാസ്, അതുപോലെ തന്നെ 7ാം ക്ലാസ്, 9ാം ക്ലാസ്, ഈ ടെക്സ്റ്റുകളൊക്കെ മാറി വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തും, അതുപോലെ തന്നെ ഫുൾ 5 തൊട്ട് 10ാം ക്ലാസ് വരെ ഉള്ളത് പഠിക്കുക. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് പഠിക്കുന്നവർ +1 +2 ഹിസ്റ്ററി ടെക്സ്റ്റ് കൂടി നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ സിലബസ് നോക്കാം. സിലബസ് എന്ന് പറയുമ്പോൾ ചരിത്രം, ഹിസ്റ്ററി അല്ലേ, 5 മാർക്കേ അവിടെ ഉള്ളൂ അല്ലേ? പക്ഷെ നമുക്ക് എന്തോരം പഠിക്കാനുണ്ടെന്ന് നോക്കിക്കേ. അതായത് കേരളത്തിലെ യൂറോപ്യന്മാരുടെ വരവ്, അവരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരുടെ ചരിത്രം പഠിക്കണം അല്ലെ? അതുപോലെ തന്നെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, റിനൈസൻസ്, അവിടെ എന്താണ് ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു തുടങ്ങിയ ഒത്തിരി നേതാക്കന്മാരെ പറ്റി അവിടെ പഠിക്കാനുണ്ട്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, ഐക്യ കേരള പ്രസ്ഥാനം, അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലെ? ഐക്യ കേരള പ്രസ്ഥാനം, അതുപോലെ തന്നെ 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം, അതായത് ബ്രിട്ടീഷ് ആധിപത്യം തൊട്ടുള്ളത് നമ്മൾ പഠിക്കണം. അതിൽ ഏറ്റവും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം 1ാം സ്വാതന്ത്ര്യ സമരം അല്ലെ? ഫസ്റ്റ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് വാർ, 1857 റിവോൾട്ട്, ഇതൊക്കെ നിരന്തരം PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INCയുടെ രൂപീകരണം, അതുപോലെ തന്നെ സ്വദേശി പ്രസ്ഥാനങ്ങള്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങള്, അതുകൂടാതെ വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യം, കല, സംസ്കാരം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടം, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, അതുപോലെ തന്നെ ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, ഇതും അവിടെ PSCക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. അതും നിരന്തരം ചോദിച്ചു കൊണ്ടേക്കുന്നതാണ്. അതുപോലെ തന്നെ ലോകം വെച്ച് നോക്കുകയാണെങ്കിൽ, വേൾഡ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതുപോലെ തന്നെ 2nd വേൾഡ് വാറിന് ശേഷം അല്ലെ അവിടെ വരുന്ന രാഷ്ട്രീയ ചരിത്രം, അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ, ഇതെല്ലാം എന്താണ് നമ്മളിവിടെ പഠിക്കണം. അപ്പൊ ഇത് എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് 5 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി ഏരിയാസുകൾ അവിടെ കവർ ചെയ്ത് പോകാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് SCERT ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെ എന്നാണ് നോക്കുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പഴയ ചാപ്റ്റർ നോക്കുന്നുണ്ട്. അപ്പൊ ഇതിലെ ഫസ്റ്റ് വൺ കേരള ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഏത് SCERT ചാപ്റ്റേഴ്സ് നോക്കാം. അതായത് ക്ലാസ് 7ാം ക്ലാസ്സിൽ തൊട്ടുള്ള നോക്കാം. പുതിയ സിലബസ് ആണ് അല്ലെ? പുതിയ ടെക്സ്റ്റുകളാണ് വന്നിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 അനീതിയിൽ നിന്നും നീതിയിലേക്ക് എന്ന് പറയുന്ന
ഭാഗം. അതുപോലെ തന്നെ പഴയ SCERT നോക്കുകയാണെങ്കിൽ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് കേരളത്തിലെ ആ ഒരു പോർഷൻസ് ഈ റിലേറ്റ് ചെയ്ത ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഭാഗം പഠിക്കുക. കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിലും എന്താണ് നമുക്ക് കേരളമായിട്ട് റിലേറ്റ് ചെയ്ത വരുന്ന ആ ഒരു യൂറോപ്യന്മാരുടെ ആഗമനം ഇതൊക്കെ നമ്മൾ അവിടെ പഠിച്ചു പോകുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിക്കോളാം. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. പഴയ ടെക്സ്റ്റിനെയാണ്. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇതും എന്താണ് യൂറോപ്യന്മാരുടെ ആഗമനമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തൊട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നത്. 5 തൊട്ടേ നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ നോക്കിക്കോളാം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇത് പഴയ ടെക്സ്റ്റ് ആണ്. പഴയതും പുതിയതും നിങ്ങൾ നോക്കി പോകുക കേട്ടോ. അപ്പൊ പഴയ ടെക്സ്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 7ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 3 ആണ്. ഇത് ഇന്ത്യയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ കേരളം കഴിഞ്ഞു. അപ്പൊ എന്താണ്, ഇന്ത്യയാണ് നമ്മൾ ഇനി പറയുന്നത്. ഇനി ഇന്ത്യയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോളാം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഏതാണ്, ചെറുത്തു നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇവിടെ നമ്മൾ 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് ഓർത്ത് വെക്കുക. 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ചെറുത്തു നിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഇനി നെക്സ്റ്റ് നോക്കിക്കേ, 7ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 4 ആണ്. ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇതും എന്താണ്, നമുക്ക് ഈ നമ്മുടെ സിലബസിനനുസരിച്ചുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം CPO WCPO അല്ലെ, നമ്മളെല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും ചിലരെങ്കിലൊക്കെ ആഗ്രഹിച്ചിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ പലരും പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ പഠിക്കുന്നവർ ഓർത്ത് വെക്കുക. SCERT ചാപ്റ്റേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കറിയാം ചെറിയ മാറ്റങ്ങളോട് കൂടിയാണ് സിലബസ് വന്നിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം പാർട്ട് 1 ഭാരതീയ ന്യായ സംഹിത പുതിയതൊക്കെ ആയിട്ട് മാറി വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ പാർട്ട് 2 3 മാർക്ക് അവിടെയും മാറിയിട്ടുണ്ട്. പാർട്ട് 3 അതുപോലെ തന്നെ 2 മാർക്ക് മാറിയിട്ടുണ്ട്. സിലബസ് മാറിയിട്ടുണ്ട്. അപ്പം മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാം. അപ്പം അതിനായിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ഒരു CPO WCPOന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് എന്താണ്, റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, PDF നോട്ട്സുകൾ, വീക്കിലി ലൈവ് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീക്കിലി മോഡൽ എക്സാം, നല്ലൊരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഇവിടെ തരുന്നതാണ്. നെക്സ്റ്റ് ഏതൊക്കെയാണ് ചാപ്റ്റർ പഠിക്കേണ്ടതെന്ന്, അതായത് ക്ലാസ് 7ാം ക്ലാസ്സിൽ തന്നെ പഴയ സിലബസിലെയാണ് ചാപ്റ്റർ 9 പഠിക്കുക. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. പേര് കേട്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താണ്, ഗാന്ധിജിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ള എൻറ്ററിങ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യയുടെ ആ ഒരു എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യ സമരവുമായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ഗാന്ധിജി നയിച്ച പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതൊക്കെയാണ്, മൂവ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. 4ാമത്തെ ചാപ്റ്റർ ആണ് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തു നിൽപ്പുകളും. ഇതെന്താണ്, ബ്രിട്ടീഷുകാരുടെ ആ ഒരു വരവ്, അതിനെ പറ്റി തന്നെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും. ഇനി അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആയിട്ടുള്ള 7ാമത്തെ ചാപ്റ്റർ സ്വതന്ത്രാനന്തര ഇന്ത്യ. അത് ഓർക്കുക. ഓരോ ചാപ്റ്ററും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 12ാം ക്ലാസ്സിൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നോക്കണമെങ്കിൽ എന്താണ്, +2 ലെവലുള്ള ടെക്സ്റ്റുകൾ നോക്കുക. +2 ലെവല് ക്ലാസ് 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 കോളനി ഭരണവും ഗ്രാമപ്രദേശങ്ങളും. അതുപോലെ തന്നെ 11ാമത്തെ ചാപ്റ്റർ കലാപകാരികളും രാജ്യവും. അത് 1857 റിവോൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ചാപ്റ്റർ ഫുള്ള് നമ്മളവിടെ പഠിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 12 മഹാത്മാഗാന്ധി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധിയും ദേശീയവാദ പ്രസ്ഥാനവും. ഇനി അതുപോലെ തന്നെ ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ വിഭജനത്തെ മനസ്സിലാക്കാൻ രാഷ്ട്രീയ ഓർമ്മകൾ അനുഭവങ്ങൾ. അതായത് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ അല്ലെ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററി എവിടെയൊക്കെ പഠിക്കണം? 7ാം ക്ലാസ്സിൽ തൊട്ടുള്ളത് പഠിക്കുക. ചാപ്റ്റർ ഫസ്റ്റ്, ഇത് പഴയ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. യൂറോപ്പ് പരിവർത്തന പാതയിൽ. നിങ്ങൾക്ക് പഴയ സിലബസും നിങ്ങൾക്ക് സിലബസിനനുസരിച്ചുള്ള SCERT ടെക്സ്റ്റും നോക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 പഴയ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, യൂറോപ്പ് പരിവർത്തന പാതയിൽ. ദെൻ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 ലോകം 20ാം നൂറ്റാണ്ടിൽ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ലോകയുദ്ധവും തുടർച്ചയും, അതായത് സെക്കൻഡ് വേൾഡിന് ശേഷമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്റർ ആണ് 2ാം ലോകയുദ്ധവും സാമ്രാജ്യത്തിന്റെ തകർച്ചയും. ആ സെക്കൻഡ് വേൾഡ് വാറിന്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അതിനുശേഷമുള്ള ആ ഒരു തകർച്ച, ഓരോ രാജ്യങ്ങളുടെ അവസ്ഥകൾ, അതിനുശേഷം ഓരോ രാജ്യങ്ങളുടെ പരിവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി 12ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ ആയിട്ടുള്ള അന്തർദേശീയ സംഘടന, ഇത് NCERT-നെ ബേസ് ചെയ്തിട്ടാണ്. അന്തർദേശീയ സംഘടന 12ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 അന്തർദേശീയ സംഘടന. ഇത്രയാണ് നമുക്ക് ഇവിടെ ചാപ്റ്റേഴ്സ് വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റുകൾ തറമായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ഈസി ആയിട്ട് നമുക്ക് ഹിസ്റ്ററി പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് പുതിയ സിലബസിനെ ബേസ് ചെയ്തിട്ട് SCERT ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സുകൾ, നോട്ട്സുകൾ, ക്വസ്റ്റ്യൻസ് അടക്കം നമുക്കിവിടെ ആപ്പിൽ അവൈലബിൾ ആണ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.